ഇതാണ് നമ്മുടെ ചെക്കൻ. ഇത് ചെക്കൻ്റെ കൂട്ടുകാരൻ, പെണ്ണിൻ്റെ അമ്മാവൻ, അമ്മാവൻ്റെ മോൻ. ഇൻ 1992. ശരി, അപ്പൊ നമുക്ക് പെണ്ണെ വിളിക്കാലോ? ആ വിളിക്ക്. രണ്ടുപേരുടെ ജാതകം ചേർന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഈ കല്യാണം നടത്താം. എന്താ അഭിപ്രായം? അല്ല, ജാതക പൊരുത്തം മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റു പല പൊരുത്തങ്ങളും നോക്കണ്ടേ? ഇനി എന്ത് പൊരുത്തം നോക്കാനുള്ളത്? ക്രെഡിറ്റ് സ്കോറിന്റെ പൊരുത്തം. അത് നോക്കിയാലല്ലേ ചെറുക്കിന് സാമ്പത്തിക അച്ചടക്കം ഉണ്ടോന്നും പിന്നെ പ്ലാനിങ് ഒക്കെ ഉണ്ടോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്കോറൊക്കെ നോക്കിയിട്ട് ഇനി എന്ന് കല്യാണം നടത്താനാ? അയ്യോ, അതിന് വലിയ സമയമൊന്നും വേണ്ടേ. ചേട്ടനാമോ വെഡിങ് തന്നെ? എനിക്ക് ഈ കല്യാണം വേണ്ട. മോളെ, നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലല്ലോ. എന്റെ അമ്മേ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രം തുടർച്ചയായി നിരീക്ഷിച്ച് അവർക്ക് തിരിച്ചടവ് ശേഷി ഉണ്ടോ എന്ന് ബാങ്കുകളെയും മറ്റ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും അറിയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്കോറാണ് ഈ ക്രെഡിറ്റ് സ്കോർ. അതായത് നമ്മളൊരു ബാങ്കിനെ ലോണിനായി സമീപിക്കുമ്പോൾ ആ ബാങ്ക് നമ്മുടെ തിരിച്ചടവ് ശേഷി അറിയുന്നതിനായി ഇക്വിഫാക്സ്, എക്സ്പീരിയൻ, ക്രിഫ് ഹൈമാർക്ക് ആൻഡ് സിബിൽ എന്നീ ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെടും. ഈ സ്കോറിലൂടെ ഒരു വ്യക്തി അയാളെടുത്ത ലോണുകൾ കൃത്യമായി അടച്ചിട്ടുണ്ടോ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യമായി അടയ്ക്കാറുണ്ടോ, അനാവശ്യമായി പണം ദൂർത്തടിക്കുന്ന സ്വഭാവക്കാരനാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും. 300-നും 900-നും ഇടയിലായിരിക്കും ഈ സ്കോർ ഉണ്ടാകുക. 650-ന് മുകളിലുള്ള ആളുകൾക്ക് താരതമ്യേന നല്ല സാമ്പത്തിക അച്ചടക്കമുള്ളവരാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇവർക്ക് വേഗത്തിൽ ലോണുകളും ലഭിക്കും. ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത ഒറ്റെണ്ണത്തിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു പോരുത്.